ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒത്തിരി നേരം ഞാൻ സംസാരിക്കുന്നില്ല, കാരണം കുറച്ച് തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 9 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ കഥ പറഞ്ഞു തീർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ഓരോ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നമ്മുടെ ശ്രുതിയുടെ സത്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കെ നമ്മുടെ രേവതി നിരപരാധിയാണെന്നും ആ പൈസ ചന്ദ്ര കള്ളത്തരം പറഞ്ഞ് ഭാമയുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നും, അത് നമ്മുടെ ഭാമയുടെ പൈസയല്ല, അത് ചന്ദ്രയുടെ പൈസയാണ്. അതും നമ്മുടെ ശരത്ത്, അതായത് ശരത്തിനെ കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി വക്കീലിൽ നിന്ന് മേടിച്ചൊരു പൈസയാണെന്നും നഷ്ടപരിഹാര തുക എന്നൊക്കെ പറയാം, അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ സച്ചി ഏതായാലും നേരെ ചെന്ന് പറയുകയൊക്കെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചന്ദ്രയ്ക്ക് ആ പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് രേവതിക്ക് തന്നെ. കാരണം രേവതിയും സച്ചിയും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അത് രേവതിക്കും സച്ചിക്കും തന്നെ തിരിച്ചു കൊടുക്കണം. അതിപ്പോ ആരോ എടുത്തോട്ടെ, മോഷണമൊക്കെ പോയാലും അത് അവരുടെ പൈസയാണ്, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. നീ വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണേലും ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണേലും കൊള്ളാം, തിരിച്ചു കൊടുക്കണം എന്നാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്. അങ്ങനെ രവീന്ദ്രൻ പറയുന്നത് പ്രകാരം ഈ പൈസക്ക് ഇനി നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതിയുടെ കയ്യിൽ പൈസ ഇല്ല. ലാസ്റ്റ് ശ്രുതിയോട് ചോദിച്ച് ശ്രുതിയോട് ചെറിയ ഭീഷണിയൊക്കെ പെടുത്തി ശ്രുതിനെ കൊണ്ട് തന്നെ ആ ഒരു പൈസ ഉണ്ടാക്കിപ്പിക്കുവാനുള്ള തന്ത്രത്തിലാണ് നമ്മുടെ ചന്ദ്ര. ആ തന്ത്രം ജയിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നിന്റെ അച്ഛൻ മലേഷ്യയിലുണ്ടല്ലോ, അപ്പൊ അച്ഛനോട് വിളിച്ച് പറ, ഇളയച്ചനോട് വിളിച്ച് പറ എന്ന് പറഞ്ഞപ്പോ അതിനൊന്നും പറ്റത്തില്ല അമ്മയെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് ചെല്ലാം, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഓക്കെ ആക്കി നേരിട്ട് ചെല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അത് വേണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, നമ്മളെയും കൂടെ ചിലപ്പോൾ അവർ പിടിച്ച് ജയിലിലിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ മോളെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പൈസ ഒപ്പിച്ചതാ, എന്നാ പിന്നെ ഞാൻ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരാം എന്ന് നിവർത്തി കേടുകൊണ്ട് നമ്മുടെ ശ്രുതി സമ്മതിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഈ 2 ലക്ഷം രൂപ കാണാതെ പോയല്ലോ, അപ്പൊ 3 ലക്ഷം ഒപ്പിക്കാൻ പറഞ്ഞു. 2 ലക്ഷം കാണാതെ പോയതല്ലേ, അപ്പൊ അത് പോട്ടെ, എന്നാ പിന്നെ 3 ലക്ഷം നമ്മുടെ സച്ചിക്കും രേവതിക്കും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതെങ്കിലും കൊടുക്കണം, ഉറപ്പായിട്ടും അത്രയും തുകയെങ്കിലും കൊടുക്കണമെന്നാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 3 ലക്ഷം രൂപ നമ്മുടെ ശ്രുതിയോട് ഒപ്പിക്കാൻ പറഞ്ഞു. ശ്രുതി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എങ്ങനെയും ഒപ്പിക്കാൻ, പലിശയ്ക്ക് എടുക്കാന്നൊക്കെ ഓർത്തായിരിക്കാം ഇതാണ് പറയുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അങ്ങനെ നമ്മുടെ ശ്രുതി നെട്ടോട്ട് ഓടുകയാണ് ഈ ഒരു 3 ലക്ഷം ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ശ്രുതി ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് ഇതൊക്കെ ഏറ്റതെന്ന്. ഏതായാലും നമ്മുടെ ശ്രുതി ഏറ്റില്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്യും, അച്ഛനെ കാണണം, അവരെ കാണണം, ഇവരെ കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും നമ്മുടെ ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി തന്ത്രപൂർവ്വം ആ പൈസ എങ്ങനെയെങ്കിലും കൊടുക്കാന്ന് സമ്മതിച്ചതും. മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മുടെ ചന്ദ്ര പറയുകയും ചെയ്തു, മറ്റേ പൈസ കാണാതെ പോയത് അത് ആരാണ് എടുത്തതെന്ന് തെളിയിക്കണം, അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാൻ പോവാന്ന്. അപ്പൊ ആ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയെ എടുത്തതെന്ന് ഉറപ്പായിട്ടും തെളിയും. പോലീസ് കൊണ്ട് കേസ് കൊടുത്താൽ പോലീസ് അത് എങ്ങനെയെങ്കിലും തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് അതും ഇല്ലാതാക്കണം. എന്താ പറയാ, ആ ഒരു കേസ് കൊടുക്കാനും പാടില്ല ചന്ദ്ര, ഈ 3 ലക്ഷം രൂപയും ഉണ്ടാക്കി കൊടുക്കണം. ആകെപ്പാടെ നെട്ടൊട്ട ഓടുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. അങ്ങനെ മീരേനെ പോയി കാണുകയാണ്. അങ്ങനെ മീരേനെ പോയി കണ്ടിട്ട് എന്താടി ഇനിയിപ്പൊ ചെയ്യേണ്ടത്? ആകെപ്പാടെ ഇപ്പൊ എനിക്കാണല്ലോ പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അവിടുന്ന് ഇവിടുന്ന് പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോ നിനക്ക് ഇത് തന്നെ വേണം ശ്രുതി. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ കള്ളത്തരം പറയുന്നതിനനുസരിച്ച് നമുക്കാണ് അതിന്റെ വിപത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പം എന്താ ചെയ്തത്? നീ രേവതിനെ സച്ചിനെയും കുറ്റപ്പെടുത്തി. രേവതിനെ സച്ചിനും തലയ്ക്ക് കൊണ്ടുപോയി അത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നോക്കി. ഏതായാലും ഇപ്പൊ അത് ആരുടെ തലയ്ക്ക് വന്നു? നിന്റെ തലയ്ക്ക് വന്നില്ലേ? ആ പൈസ നീ എടുത്തു, നീ അത് ആന്റണിക്ക് കൊടുത്തു. ഇപ്പൊ ആ പൈസ നീ തിരിച്ചുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയും. ചന്ദ്രദേ നിന്റെ അമ്മായിയമ്മ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷവും നീ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയും വരും. മാത്രമല്ല നാണക്കേടും ആവൂല്ലോ എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളല്ലോ എന്റെ പൊന്നു മീരെ, എന്ത് ചെയ്യാനാ? ഏതായാലും രേവതിക്കും സച്ചിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ആ ഒരു പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നു. അവർക്ക് എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം വരാതിരിക്കും? അവരത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ നീ എന്തിനാ അവളെ കുറിച്ചും അവനെ കുറിച്ചും ഏത് നേരം ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എന്റെ ടീമാണോ അതോ അവന്റെ അവളുടെയും ടീമാണോ?
ഞാൻ ആരുടെയും ടീമൊന്നും അല്ല. നിന്നെ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ ശ്രുതി, നീ എന്റെ കൂട്ടുകാരിയൊക്കെ തന്നെ. പക്ഷെ സത്യം സത്യമില്ലാതാവില്ലല്ലോ. അവർ രണ്ടുപേരും പഞ്ചപാവങ്ങളായിരി. നീ അവരോട് മത്സരിക്കാൻ നിൽക്കുന്ന എന്തിനാ വെറുതെ? നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ അവര്. ഉപദ്രവം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇത്, അല്ലാതെ ഉപദ്രവം എനിക്കിപ്പൊ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അവരിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവര് തലവേദന തന്നെയാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് അവർ ചാടിക്കണം. അത് ഉറപ്പാ, ഞാൻ ചാടിച്ചിരിക്കും. ഇനിയിപ്പോ എവിടെ നിന്നാടി ആ 3 ലക്ഷം ഉണ്ടാക്കുക? മാത്രമല്ല പോലീസ് കേസ് അന്വേഷിച്ച് കഴിഞ്ഞ പ്രശ്നം. അപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. 3 ലക്ഷം ഒരു കാര്യം ചെയ്യാം, ആന്റിയുടെ കൈ കൊടുക്കാന്ന് വെച്ചാ. പിന്നെ മറ്റേ പൈസ, കട്ടെടുത്ത പൈസയെ, മോഷ്ടിച്ച പൈസ, അതെങ്ങനെയെങ്കിലും തിരിച്ചവിടെ വെക്കണം. അവിടെ വെച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്. ഏതായാലും ഇതിനിടയ്ക്ക് വേറൊരു സീനും കൂടെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സച്ചിൻ രേവതിയും കൂടിയും എപ്പോഴൊരു മുത്തശ്ശീനെ റോഡിന്റെ സൈഡിൽ വെച്ചൊക്കെ കാണുമല്ലോ. ഇനി ചെരുപ്പ് കുത്തുന്നവരോ അങ്ങനെ എങ്ങാണ്ടൊക്കെ ആണല്ലോ, അത് പൂ കെട്ടുന്നവരോ അങ്ങനെ എങ്ങാണ്ട് ഇടയ്ക്ക് കാണാറുണ്ടല്ലോ. ആ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ സച്ചിയും രേവതിയും പോവുകയും, വെഡിങ് ആനിവേഴ്സറി ആഘോഷമായിട്ടൊന്നും ഗംഭീരമായിട്ടൊന്നും അല്ല ആഘോഷിക്കുന്നത്, അവരുടെ അടുത്ത് ജോലി സ്ഥലത്ത് പോയപ്പം കാണുകയും അവിടെ ഇവർക്ക് 2 ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. അവർക്ക് മക്കളൊന്നുമില്ല. അവരുടെ മക്കളൊക്കെ എന്താ പറയാ, മക്കളൊക്കെ ഉപേക്ഷിച്ചു പോവുകയോ അതോ എന്തോ, അവർക്ക് മക്കളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കും സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. രേവതിക്കും സച്ചിക്കും അവർ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രേവതിയും സച്ചിയും കൂടി ഇവർക്കൊരു സർപ്രൈസ് ഒക്കെ ഒരുക്കി കൊടുത്ത് ഇവർക്കൊരു പൂമാലയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശരത് ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ട് ഇപ്പം. അപ്പൊ അങ്ങനെ ഫുഡ് ഡെലിവറിക്ക് പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അറിയുന്നുണ്ട് നമ്മുടെ രേവതി. ഇപ്പൊ രേവതി പൊട്ടിത്തെറിച്ചപ്പോ നമ്മുടെ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് ഇപ്പൊ എന്താണ് തെറ്റിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെ ആമ്പിള്ളാര് പാർട്ട് ടൈം ജോലി ചെയ്യും, സച്ചി പറഞ്ഞു അതൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്ന ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത്, അത് മിക്കവാറും നമ്മുടെ മലയാളത്തിൽ കാണിക്കാൻ ചാൻസ് കുറവായിരിക്കും. തമിഴിൽ അതൊക്കെ ഉണ്ട്, പക്ഷെ മലയാളത്തിൽ കാണിക്കാൻ ചാൻസ് കുറവായിരിക്കും. ചിലപ്പം കാണിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി ഇനിയിപ്പം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എങ്ങനെയും ഉണ്ടാക്കണം. അത് താലിമാല പണയം വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ താലിമാല പണയം വെക്കുന്ന കാര്യം ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതി സമ്മതിക്കുന്നൊന്നുമില്ല. എങ്കിലും വേറൊരു നിവർത്തി ഇല്ലാഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കൊണ്ടുപോയി താലിമാല പണയം വെക്കുകയാണ്. അപ്പൊ താലിമാല പണയം വെച്ചിട്ട് അതേപടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല എടുത്തിട്ടിട്ട് ഈ 2 ലക്ഷം രൂപയായിട്ട് നമ്മുടെ ശ്രുതി ചെല്ലുന്നത് നേരെ ഭാമയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഭാമയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഭാമയോട് പറയാണ്, അത് പിന്നെ ഭാമ ആന്റി, വീട്ടിൽ ഭയങ്കര പ്രശ്നം ആന്റി, ഒരു സമാധാനവും കിട്ടുന്നില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്ത് പറ്റി മോളെ ഇത്രയ്ക്ക് സമാധാനക്കേട്? അവിടെ മോക്ക് എന്താ കുഴപ്പം? അവിടെ മോളുടെ ഭർത്താവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മായിയമ്മ മോളെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നു, പിന്നെ എന്താ പ്രശ്നം? ഓ, പ്രശ്നങ്ങളൊക്കെ ഉള്ള ആന്റി. അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആകെ മൊത്തം പ്രശ്നമാന്നേ. അവിടെ അറിയാലോ ഇപ്പൊ ആ ഒരു പൈസ പോയതിന്റെ ആ ഒരു പ്രശ്നവും അടിയും ബഹളവും ഒക്കെ തന്നെയാ, ഒരു സമാധാനവും ഇല്ല. ആഹാ, ആണോ? അല്ല, മോളെ ഇവിടം വരെ വന്നതാ, എന്നാ പിന്നെ മോളെ കൊണ്ട് ഞാനൊന്ന് മസാജ് ചെയ്യിപ്പിക്കാന്നൊക്കെ ഓർത്തപ്പം ഇപ്പൊ മോൾക്ക് പ്രശ്നമാണെങ്കിൽ പിന്നെ എങ്ങനെയാ ചെയ്യിപ്പിക്കുന്നത്? ആന്റി, ഞാൻ വന്നത് വേറൊന്നും കൊണ്ടും അല്ല ആന്റി, ആ അടിയും പ്രശ്നമൊക്കെ അവസാനിക്കണമെങ്കിലേ ആ 2 ലക്ഷം രൂപ ഇനി ആന്റിയുടെ കയ്യില്, ചന്ദ്ര ആന്റിയുടെ കയ്യിൽ കിട്ടണം, എന്നാലേ അവസാനിക്കത്തുള്ളൂ. ഞാനിപ്പോ തൽക്കാലം ഒരു 2 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, മോഷണമൊന്നും പോയില്ല, മാറിയിരിക്കുമായിരുന്നു. ആന്റി വെച്ച സ്ഥലം മറന്നു പോയതാണ്, അവിടെ അല്ലായിരുന്നു വെച്ചതെന്ന് ഒന്ന് കള്ളത്തരം പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ മോളെ നീ പറയുന്നത്? മോളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വെക്കാനോ? ഇതെന്താ മോക്ക് തലയ്ക്ക് ഭ്രാന്തോ? ഭ്രാന്തായിട്ടല്ല, സമാധാനം വേണ്ടേ ആന്റി? വീട്ടിൽ അടിയും വഴക്കുണ്ടാക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ, വെറുതെ ആ രേവതിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? അപ്പം അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു മോളെ സമ്മതിച്ചു കേട്ടോ, നിന്നെ ഒരു മരുമകളെ കിട്ടിയില്ലോ ചന്ദ്രയ്ക്ക്. ഓ, വലിയ കാര്യം. അറിയാമോ, ഓരോ വീട്ടിൽ അടിയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ മക്കളും നോക്കിയിരിക്കുക, വീടൊക്കെ മാറി താമസിക്കാൻ. ഇവിടെ തന്നെ കണ്ടില്ലേ എന്റെ മക്കള് എന്നെ ഇട്ടിട്ട് ഭാര്യമാര് പറയുന്നത് കേട്ടിട്ട് പോയേക്കുന്നത്. അങ്ങനെയൊന്നും അല്ലല്ലോ, മോളുടെ നല്ല മനസ്സാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ 2 ലക്ഷം രൂപ നമ്മുടെ ഭാമേനെ കൊണ്ട് അവിടെ വെപ്പിച്ചു. ഏതായാലും ഭാമ നമ്മുടെ ചന്ദ്രയോടും എല്ലാവരോടും പറയൂല്ലോ, അത് കാണാതെ പോയില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് പറയൂല്ലോ. അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഏൽപ്പിച്ചിട്ട് പോവാട്ടോ ചെയ്യുന്നത്. ഏതായാലും തന്ത്രപൂർവമായിട്ട് നിൽക്കാൻ നമ്മുടെ ശ്രുതിക്ക് അറിയാം. എവിടെ നിന്നാണോ ഇതിനു മാത്രം പൈസ കിട്ടുന്നത്, പലിശ കൊടുക്കാനും ഒക്കെ അല്ലെ? ഇത്രമാത്രം പലിശ, എന്ത് പൈസ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് ശ്രുതിക്ക് തന്നെ വിനയായിട്ട് വരൂ കേട്ടോ. അപ്പൊ ഞാൻ ഒത്തിരി പറയുന്നില്ല, ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ എന്റെ വായിലെ ഈ ഉമിനീര് ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അതുകൊണ്ട്
ഞാൻ ഒത്തിരി കൂടുതൽ ഇനി പറയുന്നില്ല, നീട്ടിക്കുറുക്കി പറയുന്നില്ല. എനിക്ക് തന്നെ പറയുമ്പോൾ പല വാക്കുകളും കിട്ടുന്നില്ല. അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നം ഒക്കെ നേരുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് നിർത്തുന്നു. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ പോവാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോകും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പം അതായത് നമുക്ക് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഹെൽത്ത് ഓക്കെ അല്ലാതെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാടാണ് നമുക്ക് സംസാരിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്. നമുക്ക് എന്തെങ്കിലും പനിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തൊണ്ടയ്ക്ക് വേദന ഒക്കെ വരും. അതായത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ തൊണ്ടയം കൊണ്ടാണല്ലോ, നമ്മുടെ സംസാരമാണല്ലോ, നമ്മളിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് കൊണ്ടേ പെട്ടെന്ന് കയറി സ്ട്രെയിൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും തൊണ്ടയ്ക്ക് വേദന വരുന്നത്. അപ്പം ഞാൻ പോവാ. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.